ശരിക്കും നമുക്ക് കണ്ടറിയാൻ പറ്റും കേട്ടോ ആ ഒരു ഷൈനിങ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് BSC വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ മാമാ എർത്തിന്റെ ഒണിയൻ ഹെയർ സെറം ആണ്. ഇതാണ് മാമാ എർത്തിന്റെ ഒണിയൻ ഹെയർ സെറം വിത്ത് ഒണിയൻ ആൻഡ് ബയോട്ടിൻ. അപ്പൊ ഈ ഒരു ഹെയർ സെറത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒണിയന്റെ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്, പ്ലസ് ബയോട്ടിന്റെ കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒണിയനിലുള്ള സൾഫർ എന്ന് പറയുന്നതും ബയോട്ടിനിലെ കണ്ടന്റുകൾ എന്ന് പറയുന്നതും നമ്മുടെ മുടിയെ സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. പാക്കേജിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ 100 ml ബോട്ടിലാണത് 299 രൂപയാണ് കേട്ടോ വില വരുന്നത്. 30 മാസത്തെ ഷെൽഫ് ലൈഫ് ആണുള്ളത്. അപ്പൊ ഞാൻ എന്റെ ഹെയർ എന്ന് പറയുന്നത് നല്ലതുപോലെ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകിയിട്ട് പിന്നെ സെറം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കേട്ടോ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയർ എങ്ങനെയാകും, അതിന്റെ കണ്ടീഷൻ എങ്ങനെയാകും എന്നാണ് നീ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ മുടി നല്ലതുപോലെ കെട്ടൊക്കെ കളഞ്ഞ് ജടയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ സെറ്റ് ആക്കി ആദ്യം തന്നെ വെക്കുക കേട്ടോ. നോർമലി നമ്മൾ എങ്ങനെയാണ് ഈ സെറം അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തലമുടി നല്ലതുപോലെ തോർത്തതിന് ശേഷം കുറച്ച് സെറം നമ്മുടെ കൈകളിൽ എടുക്കുക, നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുടിയുടെ സ്ട്രാൻഡ്സിൽ, അതായത് ഈ ലെങ്ത്തിലോട്ടൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോൾ മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ വെറ്റ് ഹെയർ, കുറച്ചും കൂടി തണുത്ത മുടിയാണല്ലോ, നനഞ്ഞിരിക്കുന്ന മുടിയാണല്ലോ. അപ്പൊ ആ ഒരു നനഞ്ഞ മുടിയിൽ ചേർക്കുമ്പോൾ തന്നെ നല്ലതുപോലെ നമ്മുടെ മുടിക്ക് ആ ഒരു ഷൈനിങ് കൂടുതൽ നേരം ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി അങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മളിപ്പോ മുടി നല്ലപോലെ ഷാമ്പൂ ഒക്കെ ചെയ്ത് നല്ലതുപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ പോവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹെയർ സെറം നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മുടെ മുടിയിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ആ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ കുറച്ചും കൂടി ഫ്രിസ്നെസ് ഒക്കെ മാറിയിട്ട് ഷൈനിങ്ങിലോട്ട് വരാൻ തുടങ്ങുക കേട്ടോ. അതാണ് നമ്മുടെ മാമാ എർത്തിന്റെ ഒണിയൻ സെറത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്മെല്ലിലും നിറത്തിലൊക്കെ വേരി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ, ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചെടുക്കാം കേട്ടോ. നോർമലി ഉള്ള കളർ അല്ല കേട്ടോ, ഒരു വീറ്റിഷ് കളർ ആയിട്ടാണ് വരുന്നത്. നോർമലി ഞാൻ ഹെയർ സെറം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു ട്രാൻസ്പെറന്റ് കളറാണ് എനിക്ക് കിട്ടാറുള്ളത്. പക്ഷെ ഇത് ആ ഒരു ഒണിയന്റെ ആ ഒരു ക്രീമി ടെക്സ്ചർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടെക്സ്ചറിലാട്ടോ വരുന്നത്. കുറച്ചെടുത്തതിന് ശേഷം കയ്യിൽ നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ, നല്ല മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. എന്നിട്ട് നമ്മുടെ മുടിയിൽ ഇതാ ഇങ്ങനെ സ്ട്രാൻഡ്സിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, ലെങ്ത്തിലോട്ട്. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ മുടി നേരത്തെ ഇരുന്ന ഫ്രിസിനെസ്സിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ മുടിക്ക് വന്നിരിക്കുന്ന ഷൈനിങ് കണ്ടോ. ശരിക്കും നമുക്ക് കണ്ടറിയാൻ പറ്റും കേട്ടോ ആ ഒരു ഷൈനിങ്. രണ്ട് സൈഡും കുറച്ചും കൂടി ഷൈനിങ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ല് അതിലുള്ള ഒരു ചീപ്പ് എടുക്കുക. അപ്പൊ ഇത് നനഞ്ഞ മുടിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ചീപ്പ് വെച്ച് ചീവി കൊടുക്കരുത്. ഉണങ്ങിയ മുടി, ഡ്രൈ ആയിട്ടുള്ള മുടിയിലാണ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെ ഒന്ന് ചീവി കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ആ മുടിയിൽ ആ ഒരു സെറം ഒക്കെ ആയിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ആകും കേട്ടോ ഇത്. പിന്നെ കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ മുടിക്ക്. പിന്നെ ആ ഒരു ഫ്രിസ്നെസ് ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ലതുപോലെ കുറച്ചും കൂടി നീട്ടം വെക്കാനും കൂടി തുടങ്ങും കേട്ടോ. കാരണം ചുരുളിപ്പൊക്കെ കുറഞ്ഞത് കൊണ്ടാണ് നീട്ടം വെക്കുന്നത്. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കണ്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ, സൂക്ഷിച്ച് വെക്കുമ്പോൾ ഏതെങ്കിലും ഡ്രൈ ആയിട്ട് കുറച്ച് തണുപ്പുള്ള ഒരു സ്ഥലത്ത് വെക്കുക കേട്ടോ. ഈ സൂര്യപ്രകാശമൊക്കെ ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്നും വെക്കാതിരിക്കുക കേട്ടോ. പിന്നെ കുട്ടികളുടെ അടുത്തൊന്നും പെടാതെ സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിട്ട് തോന്നിയോ അല്ലെങ്കിൽ ചൊറിച്ചിലായിട്ട് വിലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം നാച്ചുറൽ പ്രൊഡക്റ്റുകൾ ചിലവർക്കൊക്കെ അലർജറ്റിക് ആയിരിക്കാം, അതുകൊണ്ടാണ്. പിന്നെ ഏത് ടൈപ്പ് ഹെയർ ഉള്ളവർക്കും, സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിലും ലോങ് ഹെയർ ആണെങ്കിലും പിന്നെ കേളി ആണെങ്കിലും വേവി ആണെങ്കിലും അങ്ങനെ ഏത് ഹെയർ ടൈപ്പ് ഉള്ളവർക്കും ഈ ഒരു ഹെയർ സെറം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ പാരബൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ. കൂടാതെ സിലിക്കൺ ഫ്രീയും കൂടി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് നമ്മുടെ മാമാ എർത്തിന്റെ ഒണിയൻ ഹെയർ സെറം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുടിയെ സ്ട്രോങ് ആക്കി നിർത്തണം, ഫ്രിസ് ഫ്രീ ആക്കി നിർത്തണം, ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് ഹെയറിന്റെ ബ്രേക്കേജ് ഉണ്ടല്ലോ അതാണ് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നുണ്ടല്ലോ ഇങ്ങനെ പിളർന്നിട്ട്, അത് വളരെ നന്നായിട്ട് കുറച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു ഹെയർ സെറം അന്വേഷിച്ച് നടക്കുവാണ്, ഈ കെമിക്കലൊക്കെ കുറച്ചടങ്ങിയ ഹെയർ സെറം ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ഓർത്ത് നിങ്ങൾ നടക്കുവാണെങ്കിൽ മാമാ എർത്തിന്റെ ഒണിയൻ ഹെയർ സെറം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റ് എടുക്കാണ് ഡിയേഴ്സ്. ബൈ, ടേക്ക് കെയർ ഓൾ.